ഹായ് ഓൾ, മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, ആസ് എ ക്രിക്കറ്റ് ഫാൻ ഒബ്വിയസ്ലി നമ്മളിപ്പം ഈ ഒരു സീസൺ എന്ന് പറയുന്നത് IPL സീസണാണ്. സോ നമ്മളെപ്പോഴും എങ്ങനെയാണെങ്കിലും IPL ഡിസ്കസ് ചെയ്യാതെ പോകാൻ പറ്റില്ല. ആക്ച്വലി 2 ആഴ്ചയായി IPL തുടങ്ങിയിട്ട്. അതിന് മുമ്പേ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. IPL ടീംസിൻ്റെ ആ ഒരു ഇൻ തിയറി അവരെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻസ് എന്താണ്. അതിനുശേഷം 1 വീക്ക് ശേഷം ആ ഒരു 1 വീക്ക് റൗണ്ട് അപ്പ് എന്ന രീതിയിലൊരു വീഡിയോയും ഷൂട്ട് ചെയ്തു. പക്ഷെ അത് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല, കുറച്ച് തിരക്കായി പോയി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വീക്ക്ലി റൗണ്ട് അപ്പ് എന്നതിലുപരി ഒരു ടോപ്പിക് അഡ്രസ്സ് ചെയ്യാൻ എന്നുള്ളതാണ്. അതായത് സി എസ് കെയുടെ പെർഫോമൻസ് ലാസ്റ്റ് 2 വീക്സ്, അല്ലെങ്കിൽ ഈ സീസണിൽ CSKയുടെ പെർഫോമൻസും അതിനുശേഷം വരുന്ന ആ ഒരു ഫാൻസിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇപ്പം നിങ്ങൾ ആയിരുന്നു ഈ രാജസ്ഥാൻ്റെ ഫാൻ ജേഴ്സിട്ടിട്ട് ഇവർ എന്തിനാണ് CSKയുടെ കാര്യം പറയുന്നത് എന്നുള്ളത്. ഈ സഞ്ജു സാംസണിന് വേണ്ടിയിട്ട് നമ്മൾ രാജസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്നും ഉള്ളിനുള്ളിലൊരു CSK ഫാൻ അത് എന്നും എപ്പോഴും ഉണ്ടാവും. കാരണം IPL തുടങ്ങിയ കാലം തൊട്ട് CSK സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ റീസെൻ്റ്ലി ആണ് ഇപ്പം സഞ്ജു ക്യാപ്റ്റനായ ശേഷം രാജസ്ഥാനിലേക്കുള്ള ഇഷ്ടം കൂടിയതും രാജസ്ഥാൻ സപ്പോർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതും. ബട്ട് സ്റ്റിൽ ഉള്ളിനുള്ളിലൊരു CSK ഫാൻ ഇരിപ്പുണ്ട്. ആ CSK ഫാനാണ് ആക്ച്വലി ഇന്ന് സംസാരിക്കുന്നത്. അതായത് CSKയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ സീസണിൽ നമുക്ക് 2023 കപ്പടിച്ചാണ്. 2024 അത്ര നല്ല പെർഫോമൻസ് അല്ലായിരുന്നു. അപ്പോൾ ഈ സീസൺ തുടങ്ങിയത് തന്നെ കുറച്ച് മുംബൈയെ തോൽപ്പിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ അതിനുശേഷമുള്ള 3 തോൽവികൾ. അപ്പോൾ അതിനുശേഷം വരുന്ന ഫാൻസിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക മോശമാണ് എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. CSK പെർഫോമൻസ് ഒരു വശമുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാം. അതായത് CSKയുടെ പെർഫോമൻസിൽ ബേസിക്കലി എവ്രി വൺ ഇസ് ഡിസപ്പോയിൻറ്റഡ്. എസ്പെഷ്യലി ആസ് എ CSK ഫാൻ എല്ലാവർക്കും ഡിസപ്പോയിൻറ്റഡ് ആവാനുള്ള 100 റീസൺ ഉണ്ട്. ഒന്ന്, തോൽക്കുന്നതിലല്ല. കാരണം ഇപ്പം CSK കാണാൻ തോറ്റിരിക്കുന്ന ടീമാണ് ഹൈദരാബാദ്. നമ്മൾ പോയിന്റ്സ് ടേബിൾ നോക്കുമ്പം ലാസ്റ്റ് നിൽക്കുന്നത് ഹൈദരാബാദാണ്. പക്ഷേ ഹൈദരാബാദ് തോൽക്കുമ്പോൾ പോലും ആ ഒരു ഇൻറ്റൻറ്റ് ഉണ്ട്. കളിച്ചിട്ടാണ് തോക്കുന്നത് നമുക്ക് പറയാം. ആ ഒരു ഭാഷയിൽ പറയാൻ കളിച്ചിട്ടാണ് തോക്കുന്നത്. കളിച്ച് തോക്കണം എന്നൊരു വാക്കുണ്ടല്ലോ. അത് CSK അൺഫോർച്ചുനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും എന്താ പറയുക വിഷമകരമായ കാര്യം. അതായത് ആ ഒരു ഇൻറ്റൻറ്റ് ഇല്ല. മേ ബി CSK പണ്ട് തൊട്ടേ CSK ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ അതായിരിക്കാം. പക്ഷേ അത് ഇപ്പോൾ വർക്കൗട്ട് ആവുന്നില്ല. നമ്മൾ കാണുന്ന ആ ഒരു ഓപ്പണേഴ്സിൻ്റെ ഒരു അഗ്രസീവ് അപ്രോച്ച് അതൊന്നും നടക്കുന്നില്ല. അതായത് ചേസ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ 180+ സ്കോറാണ് എന്നുണ്ടെങ്കിൽ ചേസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇൻറ്റൻറ്റ് ഇല്ലാതെ കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി സ്റ്റാർട്ടിങ് ഫ്രം ദ ചേസ് ഫസ്റ്റ് ഓവർ തൊട്ടേ നമ്മൾ ഗെയിമിൽ ഇല്ലാത്തൊരു അവസ്ഥയാണ്. സോ ഭയങ്കര ബോറിംഗ് ആയിട്ട് മാറുന്നു CSKയുടെ മാച്ചസ് എന്നുള്ളത് വളരെ വിഷമകരമായ കാര്യമാണ്. സോ അത് കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ദ ഓപ്പണേഴ്സ് ആരും ഇൻറ്റൻറ്റ് കാണിക്കുന്നില്ല. ഈവൻ ശിവം ഡൂബെ പോലും ഔട്ട് ഓഫ് ഫോമാണ്. ശിവം ഡൂബെ ഒരു 6 അടിക്കുന്നു, ഔട്ടായി പോകുന്നു. സോ ആ ഒരു അപ്രോച്ചിലുള്ള തെറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പോലും ഇത്രയും ക്രിറ്റിസിസം ധോണിക്കെതിരെ എന്തിനാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫാൻസ് ധോണിയെ ഇങ്ങനെ കളിയാക്കുന്നു, അല്ലെങ്കിൽ ലോട്ട് ഓഫ് ട്രോൾ മെറ്റീരിയലായി മാറാണ്. നമുക്ക് IPL സീസൺ നമുക്ക് എല്ലാം അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും പല ടീംസും കളിയാക്കും. നമ്മളെല്ലാവരും ഇന്ത്യൻ ടീം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നാണ്. പക്ഷെ IPL വന്നു കഴിയുമ്പം നമ്മൾ രോഹിത് ശർമ്മയെ കളിയാക്കുന്നു, അല്ലെങ്കിൽ വിരാട് കോഹ്ലിയെ കളിയാക്കുന്നു CSK ഫാൻസ്. തിരിച്ച് MA ഫാൻസും RCB ഫാൻസും ധോണിയെ കളിയാക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ കുറച്ച് ഫണ്ണും കൂടിയാണ്. സോ ആ IPL സീസണിൽ നമുക്കത് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ക്രിക്കറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ ആണല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു തമ്മിലുള്ള ഫൈറ്റൊന്നും ഇല്ല. അതൊക്കെ ഈ സീസണിലേ ഉള്ളൂ. അതൊക്കെ എൻജോയ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഇത്തവണ ഒരുപാട് അത് ധോണിയെ കളിയാക്കുന്നത് കുറച്ച് ഓവറല്ലേ എന്നൊരു ഫീലുണ്ട്. കാരണം പുള്ളി എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആസ് എ CSK ഫാൻ ഒരുപാട് മൊമെൻറ്റ്സ് പുള്ളി തന്നിട്ടുണ്ട്. സോ പുള്ളി കാണുന്ന ചില കമൻസ് ഉണ്ടല്ലോ, പുള്ളി റിട്ടയർ ആവണം, എന്തിനാണ് ഈ ടീമിന് ബാധ്യത നിൽക്കുന്നത്, നേരത്തെ റിട്ടയർ ആയി പോയിക്കൂടെ, എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ചോദിക്കും. താൻ ആരുവ എന്നാ തിരിച്ച് ചോദിക്കേണ്ടത്. അതായത് ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ റിട്ടയറായി പോവൂ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ധോണി റിട്ടയറായ അടുത്ത കളി നീ കാണൂ, അടുത്ത കളി നിങ്ങൾ കാണൂ. ഒറ്റ മനുഷ്യൻ CSKയുടെ മാച്ച് തിരിഞ്ഞു നോക്കാൻ പോലുള്ള. സോ അപ്പം പറയുമ്പോൾ അതും കൂടെ നമ്മൾ നോക്കണമല്ലോ. സോ CSK ജയിക്കുന്ന CSKയുടെ ഫാൻ അല്ല ഞാൻ, CSKയുടെ ഫാനാണ്. സോ ടീമിന് പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ എല്ലാ ടീമും എല്ലാ കളിയും ജയിച്ച് എല്ലാ ടൂർണമെൻറ്റിലും അല്ലെങ്കിൽ എല്ലാ സീസണിലും കിടിലമായ കളിക്കുന്ന ഒരു ടീമും ഇല്ല. ചില സീസണിൽ പാളിച്ച സംഭവിക്കും, അടുത്ത സീസൺ നമ്മൾ കറക്റ്റ് ചെയ്യും. അപ്പം ഈ കഴിഞ്ഞ സീസൺ മോശമായിരുന്നു, ഈ സീസൺ സ്റ്റാർട്ടിങ് മോശമാണ്, വിച്ച് മീൻസ് എൻഡിങ് മോശമാവണമെന്നില്ല. സ്റ്റിൽ വി ഹാവ് സം ടൈം.
സോ അത് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. സോ ആ ഒരു വിമർശനം നല്ലതാണ്, ആസ് എ ഫാൻ വിമർശിക്കാം. കാരണം ആ ഒരു ഫ്രസ്ട്രേഷൻ ഉള്ളതാണ്, അത് നമുക്ക് വിമർശിക്കാം. പക്ഷേ ധോനി എന്ന വ്യക്തിയെ ഹറാസ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് കളിയാക്കാണ്. ഈസ് എ ലെജൻഡറി പ്ലെയർ. സോ കളിയാക്കുന്ന ഒരു പരിധിയില്ല. അത് മറ്റുള്ളവരെ കളിയാക്കുന്നതല്ല, സ്വന്തം ഫാൻസിൽ നിന്ന് ഈ ഒരു കളിയാക്കി കിട്ടുമ്പം ഐ ഡോണ്ട് നോ ഹൗ ഹി വിൽ ടേക്ക്. ഐ മീൻ ഹി ഈസ് ക്യാപ്റ്റൻ കൂൾ എടുത്തോളും. പക്ഷെ എന്നാലും അതും എനിക്ക് തോന്നിയ വേറൊരു സംഭവം, ഇത് ഫാൻസിൻ്റെ മാത്രം പ്രശ്നമല്ല. വേറെ ഒരു സ്റ്റേഡിയത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത സംഭവമാണ് ഈ ചേപ്പോക്കിൽ നടക്കുമ്പോൾ. അത് കളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ മൈക്കും കൊണ്ട് ആൾക്കാർ പോവാണ്. കളി തോറ്റു, ഓക്കെ, ഓടി ആ ഫ്രസ്ട്രേഷനിലാണ് ഫാൻസ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ മൈക്കും കൊണ്ടുപോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കളി, എന്ത് ചോദ്യമാവേ. അപ്പം ആ ഫ്രസ്ട്രേഷൻ ഒബ്വിയസ്ലി ഫാൻസ് മൈക്കിന് മുമ്പ് തീർക്കും. മൈക്ക് വരുമ്പോൾ മൈക്കിന് ഫ്രണ്ടിൽ ആൾക്കാർ ചീത്ത വിളിക്കും. പക്ഷെ അപ്പോഴും ചീത്ത വിളിക്കുന്നത് ധോനി ഒരു ബാധ്യതയാണ് ടീമിൽ എന്ന രീതിയിലാണ്. എനിക്ക് ധോനി റിട്ടയർ പോലെ ധോനിക്ക് വേണ്ടി ആ 30,000 രൂപ മുടക്കി ടിക്കറ്റ് കണ്ടു. എൻ്റെ പൊന്നു മനുഷ്യൻ, നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞോ 30,000 ടിക്കറ്റ് എടുക്കാൻ? ശരി പോട്ടെ, നിങ്ങൾ 30,000 ടിക്കറ്റ് വാങ്ങിച്ചു, 30,000 25,000 പോട്ടെ, 1,00,000 നിങ്ങൾ ബ്ലാക്കിൽ വാങ്ങിച്ചു. അത് തന്നെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി പോട്ടെ, നിങ്ങൾ വാങ്ങിച്ച എന്തിനു വേണ്ടിയാണ്? CSK ജയിക്കുന്നത് കാണാൻ വേണ്ടിയാണ്? ധോനിക്ക് വേണ്ടിയല്ലേ? നിങ്ങൾ ധോനിക്ക് വേണ്ടിയാണ് ടിക്കറ്റ് എടുത്തത് അല്ലേ? എന്നിട്ട് അടുത്ത് പോയിട്ട് ഓരോ വിക്കറ്റ് പോകുമ്പോൾ ധോനി വരണം എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ. ജഡേജ പോകുമ്പോൾ കിട്ടുന്ന ക്ലാപ്സ് നമ്മൾ കാണുന്നതല്ലേ? സോ നിങ്ങൾക്ക് ധോനി വരണം, ധോനി ബാറ്റ് ചെയ്യണം. എന്നിട്ട് കളി തോറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ധോനിക്ക് വേണ്ടിയല്ലേ ആവുന്നത്, CSK ജയിക്കണം. എന്തിനാണ് ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്? CSK തോക്കുമ്പോൾ വിഷമം ഉണ്ടാവും, ഐ കംപ്ലീറ്റ്ലി അഗ്രി. പക്ഷെ ധോനിയാണ് എല്ലാത്തിനും കാരണം എന്ന രീതിയിൽ പുള്ളി എങ്ങനെ ഒരുപാട് കളിയാക്കുന്നതാണ് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഐ സ്റ്റിൽ ബിലീവ് CSK തിരിച്ചു വരും, ശക്തമായി തന്നെ തിരിച്ചു വരും. അപ്പോൾ എനിക്ക് ഈ ഫാൻസിനാണ് പറയാനുള്ളത്, വിമർശിക്കും, ജെന്യുവൻലി വിമർശിക്കാം. ടീം മോശമാണ് എത്തവണ, അല്ലെങ്കിൽ ടീം ഔട്ട് ഓഫ് ഫോം ആണ്, അത് ഫോമായി തിരിച്ചു വരട്ടെ. വേറെ പ്ലെയേഴ്സ് ഇല്ലേ? നമ്മൾ ഇന്നലെ കണ്ടാണ് ഓപ്പണേഴ്സ് കോൺവേ, റസിൻ രവീന്ദ്ര, ഗെയ്ക്വാദ് ആരും ടച്ചിലല്ല, അല്ലെങ്കിൽ ആരും ഇന്റൻറ്റോടെ കളിക്കുന്നില്ല. അത് സത്യമായ കാര്യമാണ്, അത് മാറ്റണം. CSK എനിക്ക് തോന്നുന്നു 2019 തൊട്ടേ, ഇന്ന് തൊട്ടല്ല, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പം ഐ മീൻ എല്ലാ കളിയിലും കമൻട്രി പറയുന്ന സംഭവമാണ്. 2019 തൊട്ട് 180+ സ്കോർ ചേസ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ റെയ്ന ഇല്ലാത്തപ്പം എന്ന് വേണമെങ്കിൽ അങ്ങ് പറയാം. റെയ്നയായിരുന്നു നമ്മുടെ ചിഹ്നത്തല, അല്ലെങ്കിൽ റെയ്നയായിരുന്നു CSK ക്രൂഷ്യൽ പാർട്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ അതിനുശേഷം 180+ ചേസ് ചെയ്തിട്ടില്ല. സോ അത് ഇന്നലെ തുടങ്ങിയ സംഭവമല്ല, അല്ലെങ്കിൽ ധോനി ടീമിന് ബാധ്യത ആയതുകൊണ്ട് 180+ ചേസ് ചെയ്യാത്തതല്ല. CSK ടീം ആ ഒരു രീതിയിൽ ബിൽഡ് ചെയ്യുക. നമ്മളെപ്പോഴും ചേപ്പോക്ക് എസ്പെഷ്യലി ആ സ്പിന്ന് വെച്ചിട്ട് നമ്മൾ ജയിക്കുന്നതാണ്. അല്ല, ബൗളിംഗ് വെച്ചാണ് CSK കൂടുതലും ജയിച്ചിട്ടുള്ളത്. ബാറ്റിംഗ് മോശമാണെന്നല്ല, പക്ഷേ ആ ഒരു ഇൻറ്റൻറ്റ് ഇല്ല, അത് സത്യമായ കാര്യം. അത് ചേഞ്ച് വരുത്തണം. പക്ഷേ ഈ ധോനി എന്നൊരു ലെജൻഡിനെ ഇത്രത്തോളം വെറുക്കുന്ന രീതിയിൽ കമൻ്റ് ഇടുന്ന CSK ഫാൻസിനാണ് എനിക്ക് പറയാനുള്ളത്. യു ബിക്കേം എ CSK ഫാൻ ബിക്കോസ് ഓഫ് ധോനി. സോ എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ കളിയാക്കുന്ന എനിക്ക് മനസ്സിലാവുന്നത്. നാളെ ഇതേ മനുഷ്യൻ നാളെ 6 അടിച്ച് ജയിപ്പിക്കുമ്പം നിങ്ങൾ തന്നെ കൈയടിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യും. സോ രണ്ടും എക്സ്ട്രീമിലേക്ക് പോകരുത്. ഒരു കളിയാണ് അല്ലേ? സോ ഒരു വ്യക്തിയെ ഒരുപാട് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയാണ് പുള്ളി റിട്ടയർ ആവാനിരിക്കുന്നത്. പുള്ളിക്ക് വേണമെങ്കിൽ റിട്ടയർ ആയിട്ട് പോവാം. സോ റിട്ടയർ ആയി പോയി കഴിഞ്ഞാൽ CSK ഫാൻ ഫോളോയിങ് എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസി കളി കാണാൻ തന്നെ ആരെങ്കിലും വരുമോ എന്നും എനിക്കറിയില്ല. സോ ആസ് എ ഫ്രാഞ്ചൈസി പുള്ളിക്ക് ഷെയർ ഉണ്ടാവും. സോ പുള്ളി ഈ വയസ്സിൽ പുള്ളിക്ക് ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ടു ബി ഫ്രാങ്ക്, നമ്മൾ മോഹൻലാൽ ഇന്റർവ്യൂ പറഞ്ഞു എനിക്കിതൊന്നും പ്രൂവ് ചെയ്യാനില്ല എന്ന് പറയുന്നതാണല്ലോ ധോനിയുടെ സ്റ്റാൻഡ്. ധോനിക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? ഒന്നും പ്രൂവ് ചെയ്യാനില്ല. സോ പുള്ളി കളിക്കുന്നത് പുള്ളിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതാണ്. പുള്ളി ഈസ് ലവ് ക്രിക്കറ്റ്. സോ അതിനു വേണ്ടിയാണ് പുള്ളി വരുന്നത്. സോ നമ്മൾ കാണുക അല്ലേ? സോ ഈ സീസൺ ഇപ്പം ഔട്ട് പെർഫോം ആയോ CSK? സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഇത്രയും 5 കപ്പ് നേടി തന്ന ഒരു ആളാണ്. സോ ഒരു സീസൺ നമുക്ക് പുള്ളിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലേ അല്ലേ? സോ അതും 4 കളി ആയിട്ടുള്ളൂ. സോ ഇനിയും സമയമുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ്. CSK വിൽ കം ബാക്ക് ടു ഫോം. സോ ധോനി ഒരുപാട് ഹറാസ് ചെയ്യലേ, ഐ മീൻ ഒരുപാട് ഇങ്ങനെ ട്രോൾ മെറ്റീരിയൽ ആക്കരുത് എന്ന് CSK ഫാൻസിനോടാണ്. മറ്റ് ഫാൻസിനോട് അപേക്ഷിച്ചിട്ട് കാര്യമില്ല. ആസ് എ CSK ഫാൻ നിങ്ങൾ അത് ചെയ്യരുത്. പിന്നെ ഈ മീഡിയ കളി കഴിഞ്ഞ് പറഞ്ഞാൽ മൈക്കും കൊണ്ട് പൊക്കിയെടുത്ത് ഈ സിനിമ റിവ്യൂ ചോദിക്കുന്ന പോലെ എന്തിനാ റിവ്യൂ ചോദിക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഐ ഡോണ്ട് നോ. സോ ഐ ഹോപ്പ് ദാറ്റ് CSK വിൽ കം ബാക്ക്. അടുത്ത കളിയോട്ട് നല്ലപോലെ കളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇനിയും സമയമുണ്ട്. സോ അതുവരേക്കും നമുക്ക് ധോനിയെ വെറുതെ വിടാം. പുള്ളി ഫോം ആകുമ്പം ആഘോഷിക്കുന്നത് പോലെ പുള്ളി ഔട്ട് ഓഫ് ഫോം ആകുമ്പോൾ നമുക്കൊന്ന് ക്ഷമിക്കിരിക്കാം. പുള്ളി ഔട്ട് ഓഫ് ഫോം മാത്രമല്ല, ടീം മൊത്തത്തിൽ ഔട്ട് ഓഫ് ഫോമാണ്. സോ അത് നോക്കാം. അല്ല വെറുതെ ധോനിയുടെ പുറത്ത് മെക്കിട്ട് കയറരുത് എന്നാണ് CSK ഫാൻസിനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. സോ അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ ഒരു ഫാൻസിനോട് ആ ഒരു ഫ്രസ്ട്രേഷൻ പറയുക എന്നുള്ളതാണ്, നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതുകൊണ്ടാണ്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.